സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം ശക്തി പ്രാപിക്കുന്നു. ഡൽഹി ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ അന്തരീക്ഷ താപനില 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയർന്നേക്കാമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലും രാത്രികാലങ്ങളിൽ ചൂട് വർദ്ധിക്കും. ശക്തി പ്രാപിക്കുന്ന ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ അടുത്ത 4 ദിവസത്തേക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. രാജ്യതലസ്ഥാനമായ ഡൽഹി ചുട്ടുപൊള്ളുകയാണ്. പലയിടത്തും ഇന്ന് 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂട് ഉയർന്നേക്കാമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് മാത്രമല്ല, വരാനിരിക്കുന്ന 4 ദിവസങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം ശക്തമായേക്കുമെന്ന് തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറൻ രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെ ചൂട് വളരെയധികം കൂടുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ബണ്ടയിൽ ഇന്നലെ 47 ഡിഗ്രി സെൽഷ്യസോളമാണ് ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഉഷ്ണതരംഗം അടുത്ത ഒരാഴ്ചയോളം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. എങ്ങനെയുണ്ട് ഡൽഹിയിലെ ചൂടൊക്കെ? നാട്ടിലെ ചൂട് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ എല്ലാവരും ഭയങ്കര ചൂടായി പോയി. ഇവിടെ സഹിക്കാൻ കഴിയാത്ത ചൂടാണ്. നാട്ടിലെവിടെയാ? നാട്ടില് കോഴിക്കോട്, ഫറോക്ക്. അതെ അതെ. അപ്പോൾ ഡൽഹി മാത്രമാണോ സന്ദർശനത്തിന്? മണാലി പോയിട്ട് മണാലി തിരിച്ചു വന്ന് ഇന്നിപ്പോ പോവാണ്, റിട്ടേൺ ആണ്. വരുന്നതിന് മുന്നേ പറഞ്ഞിരുന്നു എത്ര ചൂടുണ്ടാവും? അറിഞ്ഞിട്ടില്ല. നമ്മൾ പോന്നു, ഡൽഹിയാണെന്ന് പറഞ്ഞപ്പോ പോന്നു, പക്ഷെ നല്ല ചൂടായി പോയി. വെള്ളം കുടിയൊക്കെ നടക്കുന്നുണ്ടോ? ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട്, വെള്ളം കുടിച്ചു പോകുന്നുണ്ട്. നല്ല ചൂടാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ നിരവധി പേർ ഈ ഒരു നമ്മളിപ്പോൾ നിൽക്കുന്ന കർത്തവ്യപഥത്തിൽ എന്തായാലും നിരവധി പേർ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ചൂട് കൂടുന്നത് കൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഡൽഹി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് കനത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കേസുകൾ, അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് കേവലം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് രാജസ്ഥാൻ, ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, അതോടൊപ്പം തന്നെ ഒഡീഷയുടെയും ആന്ധ്രാപ്രദേശിന്റെയും തീരദേശ മേഖലകളിൽ, ഒപ്പം തന്നെ മധ്യപ്രദേശിന്റെയും മഹാരാഷ്ട്രയുടെയും പല പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ ചൂടിൽ ഗണ്യമായ വർധനവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നതും. ക്യാമറാമാൻ ഷിജു പട്ടുവത്തിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.